മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ജില്ലയിലെല്ലാം മാവുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. വൈസ് പ്രസിഡന്റ്, കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ. അനുസ്മരണം. നമ്മുടെ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ പിറവിയെടുത്തതിന് ശേഷം കുറേ പേർ നമ്മളെ വിട്ടുപിരിഞ്ഞു. കഴിഞ്ഞ ഉദ്ഘാടന വേളയിൽ ആ കാലത്ത് നമ്മെ വിട്ടുപോയ ആളുകളെ മുഴുവൻ നമ്മൾ അനുസ്മരിച്ചു. അതിനുശേഷം നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ റെസിഡൻസിലെ മരുതാട്ട് ശ്രീജിത്തിൻ്റെ ഭാര്യ അഖില, മരുതാട്ട് മോഹൻദാസ് ഏട്ടൻ എന്നിവരെയും അനുസ്മരിക്കുന്നു. കൂടാതെ ഈ പ്രദേശവാസികളായ നമ്മെ വിട്ടുപിരിഞ്ഞവരെയും നമ്മുടെ രാജ്യത്തെ വിശിഷ്ട വ്യക്തികളെയും നമ്മൾ അനുസ്മരിക്കുന്നു. അവരുടെയൊക്കെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു കുടന്ന പനിനീർ പൂക്കൾ അർപ്പിക്കുന്നു. അടുത്തതായി സ്വാഗതം പറയുന്നതിന് വേണ്ടി KT റസാഖ്, സെക്രട്ടറി. വളരെയേറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒരു വർഷത്തിലധികമായി രൂപീകൃതമായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ സ്നേഹ കൂട്ടായ്മ, സ്നേഹതീരം എന്നല്ല നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത്, കനാൽ തീരം എന്നാണ്. ആ നാമകരണത്തിന് മുമ്പിലുള്ള ഒരു വ്യക്തിയെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കളിക്കൂട്ടുകാരനും അയൽവാസിയും മുൻ വാർഡ് മെമ്പറുമായ, കൂടാതെ ഈ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറുമായ KT ഷാജി. അദ്ദേഹമാണ് നമ്മുടെ കനാൽ തീരം എന്ന ഈ റെസിഡൻസിന് നാമകരണം ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഈ കനാൽ തീരം ഒരു കൊല്ലത്തിന് ശേഷം ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ അതൊരു സ്നേഹതീരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായ ഒരു സംഗതി. തീർച്ചയായിട്ടും അതിന് ഈ റെസിഡൻസിൻ്റെ അണിയറ പ്രവർത്തകർക്ക്, അതോടൊപ്പം ഈ റെസിഡൻസിലെ ഓരോ മെമ്പർമാർക്കും അതിന് ഏറെ അഭിമാനിക്കാമെന്നാണ് ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുന്നത്. ഞാൻ പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു വർഷത്തിന് ശേഷമുള്ള നമ്മുടെ ഈ അഭിമാന സന്ദർഭത്തിൽ നമ്മുടെ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ കക്കോടി പഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ സുനിൽ കുമാർ KP ആണ്. അദ്ദേഹത്തെ നിങ്ങൾക്കും നമ്മൾക്കുമൊക്കെ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അഭിമാന മുഹൂർത്തത്തിന് നാം സാക്ഷിയായതിന് കാരണക്കാരനിലൊരുവനായ നമ്മുടെ ബഹുമാന്യനായ ഈ റെസിഡൻസിൻ്റെ പ്രസിഡന്റ് ശ്രീ സുധാകരൻ മലയിലാണ്. അദ്ദേഹമാണ് നമ്മുടെ റെസിഡൻസിൻ്റെ പ്രസിഡന്റ് എന്നത് നമുക്കൊക്കെ തീർച്ചയായിട്ടും അഭിമാനിക്കാൻ വകയുള്ളത് തന്നെയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുവാൻ വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വാർഡിൻ്റെ മെമ്പറും അഭിമാനവുമായ കൂടാതെ കക്കോടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ നമ്മുടെ ശ്രീബിന KP, അവരെയും ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹതീരം റെസിഡൻസിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യനായ KT രാധാകൃഷ്ണൻ അവർകളാണ്. അവരെയും ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അടുത്ത നമ്മുടെ അൽബക്ക റെസിഡൻസിൻ്റെ പ്രസിഡന്റ് സംഗമം റെസിഡൻസ് അസോസിയേഷനാണ്. അതിൻ്റെ പ്രസിഡന്റ് ശ്രീ ഷിബീഖ് ടി കെ, അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അനുസ്മരണം നടത്തിയത് ഞങ്ങളുടെയൊക്കെ അഭിമാനമായ ഞങ്ങളുടെയൊക്കെ റെസിഡൻസിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീമതി നിഷ കെ പി ആണ്. അവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ ഒരു വർഷത്തെ റിപ്പോർട്ട് അവതരണം നടക്കേണ്ടതുണ്ട്. എന്തൊക്കെ അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ ഈ റെസിഡൻസ് ചെയ്തു കൂട്ടിയത് എന്ന് നമ്മുടെ റിപ്പോർട്ടിലൂടെ ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്. അത് നടത്തുന്നത് ഞങ്ങളുടെ ബഹുമാന്യയായ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ശ്യാമള എൻ കെ ആണ്. അവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ഈ പരിപാടിക്ക് ശേഷം ഈ പരിപാടിക്ക് നന്ദി പ്രകടനം നടത്തേണ്ടത് ഞങ്ങളുടെ കേനത്ത് പ്രമോദാണ്. അവരെയും അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെയൊക്കെ രക്ഷാധികാരിയായ ശ്രീ അബ്ദുറഹ്മാൻ മാസ്റ്റർ, അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ഷമിക്കണം, ബഹുമാന്യനായ പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മുടെ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ എൻ്റെ സഹപാഠിയും എൻ്റെ സുഹൃത്തുമായ ബഹുമാനപ്പെട്ട കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ, ഈ പരിപാടിക്ക് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മളെ 13-ാം വാർഡ് മെമ്പറും കക്കോടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീബിന കെ പി, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി കെ ടി അബ്ദുൾ റസാഖ്, അനുസ്മരണ സന്ദേശം നടത്തിയ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് നിഷ കെ പി, ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കാനെത്തിയ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ്റെ ജോയിന്റ് സെക്രട്ടറി എൻ കെ ശ്യാമള ടീച്ചർ, ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ്റെ രക്ഷാധികാരി കൂടിയായ വി അബ്ദുറഹിമാൻ മാസ്റ്റർ, സംഗമം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഷിബി ടി കെ, സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കെ ടി രാധാകൃഷ്ണൻ, വേദിയിലും സദസ്സുകളിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ്റെ മുഴുവൻ സഹോദരി സഹോദരന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങളെ, ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ പ്രദേശത്തെ ചില ആളുകളുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് ഈ പ്രദേശത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നത്. ആ ആശയം 100-ൽ പരം വീട്ടുകാർ ഏറ്റെടുത്തപ്പോൾ അത് അവരുടെ സ്നേഹവും സഹായവും സഹകരണവും എല്ലാം ഒത്തുചേർന്നപ്പോൾ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ എന്നൊരു കൂട്ടായ്മ രൂപീകൃതമാകുകയായിരുന്നു. ആ കൂട്ടായ്മ രൂപീകൃതമായതിനു ശേഷം അത് നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും പുരോഗതിയുടെയും സൗഹാർദ്ദത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിച്ച് ഇന്ന് ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. ആ പിന്നിട്ട വർഷത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്കേറെ അഭിമാനിക്കാനുണ്ട്, സന്തോഷിക്കാനുണ്ട്, അഭിമാനപൂരിതമായ നിമിഷങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഈ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളുടെ സ്നേഹവും കൂട്ടായ്മയും ഒന്നുകൊണ്ട് മാത്രമാണ്. ആ അനുഭവ നിമിഷങ്ങളും സന്തോഷങ്ങളും എല്ലാം കനാൽ തീരം റെസിഡൻസ് അസോസിയേഷനിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്തുകൊണ്ട്, മുഴുവൻ കലാകാരന്മാരെയും കലാകാരികളെയും കുഞ്ഞുങ്ങളെയും ചേർത്തുകൊണ്ട് അവരവരുടെ കലാകഴിവുകൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായിക്കൊണ്ട്, ആ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാക്കിക്കൊണ്ട് ഒരു വാർഷികാഘോഷമായും ആഘോഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമായാണ് മലയാളത്തിൻ്റെ മകരമാസത്തിലെ മഞ്ഞും കുളിരും ആസ്വദിച്ചുകൊണ്ട് ഈ വർണ്ണസുന്ദരമായ സായാഹ്നത്തിൽ വർണ്ണമനോഹരമായ ഈ വേദിയിൽ നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയത്. ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ നമ്മളുടെ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ്റെ ഓരോ വ്യക്തികളുടെയും സ്നേഹവും കൂട്ടായ്മയുമാണ്
അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു പ്രത്യേകം. അതുപോലെ തന്നെ ഞാൻ വേദനയോടെ ഒരു സംഗതി പറയട്ടെ. ഈ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്നതിലും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം എന്നും താങ്ങും തണലുമായി നിന്ന കുറേ പേർ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. അത് വളരെ വേദനയോടെ പറയുന്നു. എന്തിനേറെ ഇന്നത്തെ ഈ വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ പേര് തന്നവർ പോലും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വിധിയെ മാറ്റിയെഴുതാൻ ആർക്കും സാധ്യമല്ല, ഇന്നേ വരെ ആർക്കും കഴിഞ്ഞിട്ടില്ല, ഇനി ആർക്കും കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും അവരെല്ലാം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഉറച്ച വിശ്വാസത്തോടെ അവർക്ക് എന്നും നന്മകൾ മാത്രം നേരുന്നു. ലോകം വിരൽത്തുമ്പിലൊതുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരായ നമ്മളെല്ലാവരും തന്നെ വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിന് ഉടമകളാണ്. ഈ തിരക്കിനിടയിൽ പലരോടും പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ നിന്ന് മറക്കുകയോ മാഞ്ഞു പോവുകയോ ചെയ്യുന്നു. മറ്റൊന്നുമല്ല, പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും ഒത്തുകൂടാനും, എന്തിനേറെ ഒരു വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പോലും ഒരുമിച്ച് കഴിക്കാനും ആ സ്നേഹം പങ്കുവെക്കാനും സമയമില്ലാത്ത, അല്ലെങ്കിൽ കഴിയാത്ത, അല്ലെങ്കിൽ മറന്നു പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഈ തിരക്കിനിടയിലുള്ള ഓട്ടത്തിനിടയിലും ജീവിതത്തിനിടയിലും മനുഷ്യർ പല ആളുകളും പരസ്പരം അവനവനിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരവസ്ഥ, സ്വാർത്ഥരായി പോകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഇന്ന് മദ്യവും മയക്കുമരുന്നും മാരക ലഹരികളും ഉപയോഗിക്കുക മാത്രമല്ല, അത് ഉപയോഗിക്കുന്നതിലും ഉണ്ടാക്കുന്നതിലും റിസർച്ച് നടത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് സമൂഹത്തെയും തൻ്റെ കുടുംബത്തെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ. എന്തിനേറെ നമ്മളെ പ്രസവിച്ചതും പൊന്നും വയമ്പും നൽകി പാലൂട്ടി വളർത്തിയതും പൊന്നുമ്മ നൽകിയതും താരാട്ടുപാടി ഉറക്കിയതും വളർത്തി വലുതാക്കിയത് ഒരു കുറ്റമായി കണ്ടുകൊണ്ട് സ്വന്തം കോടതി നിർമ്മിച്ച് ആ കോടതിയിൽ കുറ്റക്കാരി എന്ന് കണ്ടുകൊണ്ട് അമ്മയെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തേ നമ്മുടെ സമൂഹത്തിലെ ചിലർക്ക് പറ്റിയത്? ഒന്നുമല്ല, അവിടങ്ങളിലെല്ലാം തന്നെ സ്നേഹവും സാഹോദര്യവും സൗഹൃദവും ചോർന്നുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രംഗങ്ങളിലൊക്കെ നമുക്ക് അവരെയെല്ലാം തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ നാടിനെ നമ്മൾക്ക് നന്മയിലേക്ക് നയിക്കേണ്ടതുണ്ട്. ഒത്തുചേരലുകളാണ് ഭംഗി, ഒത്തുചേരലുകളാണ് ശക്തി, അതിനെയാണ് സംഘടന എന്ന് പറയുന്നത്. ഈ ഒത്തുചേരലുകളെല്ലാം തന്നെ നമ്മളുടെ വീട്ടിൽ നിന്ന് വേണം തുടങ്ങുക. നന്മ നിറഞ്ഞ സംഘടനാ പ്രവർത്തനങ്ങൾ ഓരോ വീട്ടിൽ നിന്നും തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒത്തുചേരലാണ് ഭംഗിയെന്ന് ഞാൻ പറഞ്ഞു. അതിന് ചെറിയൊരു കഥ ഉദാഹരണമായി 2 വരി ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ രാത്രി പകലിനോട് ചോദിച്ചു, നമ്മളിൽ ആർക്കാണ് ഭംഗി, നമ്മൾ ആർക്കാണ് കൂടുതൽ ഭംഗിയുള്ളതെന്ന്. പകൽ രാത്രിയോട് പറഞ്ഞു, നിനക്കും എനിക്കും നമ്മുടേതായ ഭംഗിയുണ്ട്, എന്നാൽ നമ്മൾ രണ്ടുപേരും കൂടിച്ചേരുന്നിടത്താണ് കൂടുതൽ ഭംഗി, അതാണ് അതിമനോഹരമെന്ന് പറഞ്ഞു. അതുതന്നെയാണ് മനുഷ്യരായ നമ്മളുടെ ജീവിതത്തിലും നമ്മളെല്ലാവരും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഒത്തുചേരുന്നിടത്താണ് കൂടുതൽ ഭംഗി, അതാണ് ശക്തി, അതിനെയാണ് സംഘടന എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നേരെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലും നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തിനും നല്ല നല്ല കൂട്ടായ്മകൾ വേണം. അത്തരം കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ നാടിൻ്റെ എല്ലാവിധ നന്മ പ്രവർത്തനങ്ങളും നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഈ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷനും ഇനിയും ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ വെച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് തുടർന്നും ഈ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷനിലെ മുഴുവൻ ജനങ്ങളുടെയും നേരത്തെ ഉണ്ടായതിനേക്കാൾ കൂടുതലുള്ള കൂട്ടായ്മയും സഹകരണവും അത്യാവശ്യമാണ്. അങ്ങനെ നമ്മളുടെ റെസിഡൻസ് അസോസിയേഷൻ ഈ പ്രദേശത്തിന്, ഈ നാടിന്, ഈ രാജ്യത്തിന് ഒരു മാതൃകയായി മാറണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാർ അവരെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ്റെ 1ാം വാർഷിക ആഘോഷ പരിപാടിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ സുധാകരൻ, അതേപോലെ ഇതിന് സ്വാഗതം ആശംസിച്ച ശ്രീ KT റസാഖ്, അതുപോലെ ഈ വേദിയിലിരിക്കുന്ന ഞങ്ങളുടെ
വൈസ് പ്രസിഡന്റ് KT ശ്രീബിന, ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ അയൽപ്പക്കത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട ഭാരവാഹികളായ എൻ്റെ സുഹൃത്തായ രാധാകൃഷ്ണൻ, ഷിബി, ഇവിടെ മുഖ്യാതിഥി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന അബ്ദുറഹിമാൻ മാസ്റ്റർ, ഞങ്ങളുടെ പഴയ സഹപ്രവർത്തകൻ, വേദിയിലിരിക്കുന്ന അനുസ്മരണം നടത്തിയ ബഹുമാനപ്പെട്ട കനാൽ തീരം അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ്, നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീ കേനത്ത് പ്രമോദ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ എൻ്റെ സുഹൃത്ത് സുധാകരൻ പറഞ്ഞതുപോലെ സ്നേഹവും ഐക്യവും സാഹോദര്യവും നമ്മൾ നിന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലുള്ള കുടുംബ അസോസിയേഷനുകൾ രൂപപ്പെട്ടു വരുന്നത്. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനനുസൃതമായ കൂട്ടായ്മകളും സംഘങ്ങളുമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതൊരു മനുഷ്യ സമൂഹത്തിൻ്റെ തുടർന്നുള്ള പ്രക്രിയയിൽ ഉണ്ടാവുന്ന ജീവിതത്തിൻ്റെ രൂപമാറ്റത്തിലുണ്ടാവുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ഇന്ന് ആധുനികതയുടെ കാലയളവിൽ ലോകത്തെമ്പാടും ഉള്ള ഈ മാറ്റത്തിനനുസൃതമായി, മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത നിലവാരത്തിൽ ഒരു വിഭാഗത്തിന് മാത്രം കൈവരിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ, അതുവഴി എല്ലാവർക്കും ലഭ്യമാകുന്ന സൗകര്യങ്ങൾ, ആ നിലയിൽ വളർന്നു വരുന്ന കൂട്ടായ്മകളാണ് റെസിഡൻസ് അസോസിയേഷൻ. 1960കളിൽ ലോകത്തിൻ്റെ ഇന്നത്തെ ബഹുരാഷ്ട്ര രാജ്യങ്ങളായ അവിടെയൊക്കെ രൂപീകരിച്ച ഈ റെസിഡൻസ് അസോസിയേഷനുകൾ പതുക്കെ എന്നും ലോകത്തിൻ്റെ മുന്നിൽ മാതൃകയായ ഈ പറയുന്ന വലിയ രാജ്യങ്ങൾ പോലും പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത് അത്ഭുതമാണ്. കാരണം ഈ കൊച്ചു കേരളം നാടിനും ലോകത്തിനും മാതൃകയാവുന്നത് എങ്ങനെയെന്ന് നാം ഈ സന്ദർഭത്തിലൊക്കെ പരിശോധിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്നിവിടെ കൂടിയിരിക്കുവാനും ഇന്നിവിടെ നമ്മുടെ മക്കളുടെ കലാപരിപാടി കാണുവാനും ഒക്കെ അവസരമുണ്ടായത് നമ്മുടെ മുൻമുറക്കാർ ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സാംസ്കാരിക, നാടക, പുരോഗമന, കലാസാഹിത്യ രംഗങ്ങളിൽ ഇടപെട്ടതിൻ്റെ ഭാഗമായാണ്. അങ്ങനെ ഇടപെട്ടതുകൊണ്ട് പലരെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വന്തം സമുദായത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, അവരെ ക്ഷുദ്രജീവികളായി മുദ്ര കൽപ്പിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ച് ഞങ്ങൾ ഉയർത്തിയതാണ് ഈ നാടിന് ഇന്ന് നിലനിൽക്കുന്ന ഈ ഐക്യം എന്നുള്ളത് നാം സ്മരിക്കേണ്ടതാണ്. ഒരു കാലഘട്ടത്തിൻ്റെ പ്രക്രിയകൾ പൂർണ്ണമായി നടത്തി തീർക്കാൻ വരും തലമുറയായ സമൂഹത്തിന് കഴിയണം. അങ്ങനെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ പ്രത്യേകത. പഴയകാല പോരാട്ടങ്ങളുടെ അല്ലെങ്കിൽ ഈ രംഗത്തെ നിരവധി ആളുകളുടെ പ്രവർത്തനം, ഒരുപാട് പേരുകളുണ്ട്. നവോത്ഥാന നായകന്മാർ, അങ്ങനെ പറഞ്ഞു ഒരുപാട് സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ, അവർ നമുക്ക് നൽകിയിട്ടുള്ള ദീപം കെടാതെ സൂക്ഷിക്കാൻ കഴിയണം. അത് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം കൂട്ടായ്മകൾ. നമ്മുടെ സാഹോദര്യവും മതേതരത്വവും ഒക്കെ നിലനിർത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം നാടിന്, ലോകത്തിന് അത്ഭുതകരമായി ഭവിക്കുന്നത് എന്ന് നമ്മുടെ സമൂഹത്തിന്റെ, കേരളത്തിന്റെ എല്ലാ മേഖലകളിലും അതിശയകരമായ മുന്നേറ്റം നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതർത്ഥത്തിൽ പരിശോധിച്ചാലും അതിനൊക്കെ സാഹചര്യം സൃഷ്ടിച്ചത് ഇന്ന് നടത്തിയിട്ടുള്ള ഇവർ സാംസ്കാരിക ലോകത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. കലയും സാഹിത്യവും ഒരു മനുഷ്യന്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ കലയും സാഹിത്യവുമാണ് നാം ഇന്ന് ഈ രൂപത്തിൽ ലഭിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ക്ലബ്ബുകളായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ സ്നേഹതീരത്തിന്റെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു കലാവേദി ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഈ വളപ്പിൽ താഴത്ത് ഒരു കലാവേദി ഉണ്ടായിരുന്നു. ഈ കക്കോടി പഞ്ചായത്തിൽ ഏതാണ്ട് ഒരു 60-ലധികം കലാവേദികൾ ഉണ്ടായിരുന്നു. KT രാധാകൃഷ്ണനും ഞാനുമൊക്കെ കലാമത്സരങ്ങളിലും സ്പോർട്സ് മത്സരങ്ങളിലും അവരൊക്കെ
അടിപിടി വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും സാഹോദര്യവും സൗഹൃദവും നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ, അന്നത്തെ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും മനസ്സിൽ നാടും സാഹോദര്യവും സൗഹൃദവും മുറുകെ പിടിച്ചുകൊണ്ടാണ് എല്ലാവരും പ്രവർത്തിച്ചിരുന്നത്. അത് തന്നെയാണ് നാടിൻ്റെ ഐക്യം. ആ രംഗത്ത് കലാവേദി പ്രസ്ഥാനങ്ങൾ പിറകോട്ട് പോയി പല സാഹചര്യങ്ങളുമുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ വളർന്നു വരുന്ന ഈ ഐക്യപ്പെട്ടു വരുന്ന ഈ റെസിഡൻസ് അസോസിയേഷനുകളിലും അത്തരം സാഹോദര്യവും കലാവൈഭവങ്ങളും കെട്ടുറപ്പോടെ കൊണ്ടുപോയാൽ ഇന്ന് നമ്മളുടെ മനസ്സ്, നമ്മുടെ മക്കൾക്ക്, വരും തലമുറയ്ക്ക് കേരളത്തിൻ്റെ പൈതൃകം ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് സഹായകരമാകുന്ന രീതിയിൽ ഈ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷന് കഴിയുമാറാകട്ടെ. അത് ഈ കനാലിൻ്റെ, കിഴക്കുമുറി കനാലിൻ്റെ ഇവിടുത്തെ വളപ്പത്തായ പരിസരത്തെ സാഹോദര്യവും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലേ ഇല്ല. അതാണ് ഇതിൻ്റെ ഐക്യവും ശക്തിയും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ഏത് രീതിയിൽ ഇടപെട്ടാലും നമ്മുടെ സാഹോദര്യവും ഐക്യവും നഷ്ടപ്പെടുന്നില്ല. ഏത് മതമായാലും ഇവിടെ ജീവിക്കാൻ മനുഷ്യന് അവകാശമുണ്ട്. ആ അവകാശം നിലനിർത്തുന്നതാണ് സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രവർത്തനം. അത് ഏറ്റെടുക്കാൻ ഇത്തരം റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകരോട് എനിക്കൊന്ന് പറയാനുള്ളത്, നമ്മൾ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ പലതും മറന്നു പോകുന്നുണ്ട്. സത്യമാണ്. മറന്നു പോകുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തുകയാണ്. അതിൻ്റെ വൈകൃതങ്ങൾ നമ്മൾ പലയിടത്തും കാണുകയാണ്. അതിനെല്ലാം യോജിച്ച തരത്തിൽ മാനുഷികമായി നമുക്ക് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയണം. നമ്മുടെ വീടുകളിൽ അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് ഒരു ഉച്ചയൂൺ കഴിക്കുന്ന അല്ലെ രാത്രിയൂൺ കഴിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കണം. അച്ഛനും അമ്മയും മക്കളോട് സൗഹൃദപരമായി സംസാരിക്കാൻ കഴിയണം. പണ്ടേ കാലത്തെ പോലെ അച്ഛൻ മക്കളോട് മിണ്ടൂല, മക്കൾക്ക് പറയാനുള്ളത് അമ്മയോട് അവതരിപ്പിച്ച് അച്ഛൻ്റെ അടുത്തേക്ക് എത്തുന്ന ആ രീതി മാറി. ആ മാറ്റം ഉൾക്കൊള്ളുവാൻ അച്ഛനും അമ്മയും തയ്യാറാവണം, അത് മക്കളും തയ്യാറാവണം. മക്കളോട് വലുതായ ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, എൻ്റെ +2 പഠിച്ച മകൻ്റെ മുഖത്തൊരു ചുംബനം നൽകാൻ അച്ഛന് കഴിയുമാറാകുണ്ടോ? അങ്ങനെ ചുംബനം നൽകാൻ കഴിയണം. അവിടെയോ സ്നേഹം നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ വളർത്തിയെടുക്കാൻ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ അങ്ങനെ വളർത്തിയെടുത്താലേ നമ്മുടെ കുട്ടികൾ അന്യാധീനപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് പോകാതിരിക്കുകയുള്ളൂ. അങ്ങനെ പോകാതിരിക്കുന്ന ഇടങ്ങളിലേക്ക് നാം കുട്ടികളെ വളർത്തിയെടുക്കാൻ കഴിയണം. അതോടൊപ്പം ഈ റെസിഡൻസ് അസോസിയേഷന് നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിനെയാകെ താറുമാറാക്കുന്ന ശീലം നമ്മളുടെ ഇടയിലുമുണ്ട്. കുറച്ച് പണവും കുറച്ച് പൈസയും പഴയ മാതിരിയല്ല. അത് പഴയ മാതിരിയല്ല എന്ന് ഞാൻ പറയുന്നേരം പലരും കേൾക്കുന്നവരെന്തോ ഇവനേതോ കാലം ജീവിച്ചാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാനിവിടെ പല ഏർപ്പാടിനും വരുന്ന സമയത്ത് കനാലിൻ്റെ തീരത്ത് നിന്ന് കനാലിനടുത്ത് ഒരു രാധാകൃഷ്ണൻ്റെയും മാഷുടെയും ഒക്കെ എടുത്തു വന്ന ഒരു കട്ടൻ ചായക്ക് ഗതിയില്ലാത്ത കാലുണ്ടായിരുന്നു. ഇല്ലേന്ന് അവരോട് ചോദിച്ചു, ഉണ്ട്. അന്ന് അങ്ങനെ പൈസ നമ്മളെ കൈമിലില്ല. ഇന്നതല്ല, ഏത് കുട്ടികളുടെ അടുത്ത് അച്ഛനമ്മൻ്റെ അടുത്തൊക്കെ പണമുണ്ട്. ആ പണത്തിൻ്റെ വർദ്ധിച്ച ആവശ്യം വരുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് കയറി വരുന്ന കുറേ ശീലങ്ങളുണ്ട്. ഒരുപാട് ആഹാരം കഴിക്കുക, ഭക്ഷണം കഴിക്കുക, കൃത്യമല്ലാത്ത രൂപത്തിൽ ജീവിതശൈലി രൂപപ്പെടുത്തുക. ഒരു വീടിൻ്റെ മേശപ്പുറത്ത് മുമ്പ് വിഷുവിനും ഓണത്തിനും ഒക്കെയാണ് പൊരിച്ചതും പായസവും ഉണ്ടാകുന്നത്. ഇന്ന് എല്ലാ ദിവസവും സാമ്പാറുണ്ട്, പൊരിച്ച മീനുണ്ട്. ഇങ്ങനെയൊക്കെ കൂട്ടി വരുന്ന പലതരത്തിലുള്ള നമ്മുടെ നാടിന് യോജിക്കാത്ത ഭക്ഷണങ്ങൾ പോലും നമ്മൾ ദൈനംദിന കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന പുതിയതിനെ സ്വീകരിക്കുമ്പോൾ ചീത്തയും നമ്മുടെ കൂടെ കടന്നു വരുന്നുണ്ട്. പല രോഗങ്ങളും വരികയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട് ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് മലിനമാകുന്നുണ്ട്. അതിനെ തടുത്തു നിർത്താൻ നമുക്ക് കഴിയണം. മലിനപ്പെടുന്ന ഏത് കാര്യത്തിനെയും എതിർക്കാൻ കഴിയണം. ആ ഒരു ഉപബോധം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാവണം. എന്ത് തിന്നാലും വലിച്ചെറിയുന്ന, നമ്മുടെ വീട്ടിൽ നിന്ന് വേസ്റ്റ് തൊട്ടടുത്തവൻ്റെ മതിലിലേക്ക് വലിച്ചെറിയാതെ നമ്മൾ അവിടെ തന്നെ സംസ്കരിക്കുന്ന രീതി നാം ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. മാലിന്യത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മനസ്സായി മാറിയിട്ടുണ്ട്. ആ മനസ്സ് വീണ്ടും പിറകോട്ട് പോകുന്നുണ്ട്. ആ പിറകോട്ട് പോകാതെ അതിനെ സംരക്ഷിച്ചു നിർത്താൻ ഭരണ സ്ഥാപനങ്ങളോടൊപ്പം ഇത്തരം റെസിഡൻസ് അസോസിയേഷനുകൾ നാട്ടുകാരെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹായവും അഭ്യർത്ഥിച്ചുകൊണ്ട്
ഞാൻ ഈ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ്റെ 1ാം വാർഷികം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സ്നേഹപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് കക്കോടി ഗ്രാമപഞ്ചായത്തിൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. അടുത്തതായി റിപ്പോർട്ട് അവതരണം ശ്രീമതി ശ്യാമള NK, ജോയിന്റ് സെക്രട്ടറി. മാന്യ സദസ്സിന് നമസ്കാരം. കക്കോടി പഞ്ചായത്തിൽ 13ാം വാർഡിലെ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ വാർഷിക റിപ്പോർട്ട്. കക്കോടി പഞ്ചായത്തിൽ 13ാം വാർഡിൽപ്പെട്ട നമ്മുടെ പ്രദേശത്തെ സ്ഥിര താമസക്കാരായ 101 വീടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 26/24 കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിനായി 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു. നിലവിലുള്ള കമ്മിറ്റി അംഗങ്ങൾ: സുധാകരൻ M, പ്രസിഡന്റ്; നിഷ KP, വൈസ് പ്രസിഡന്റ്; അബ്ദുൾ റസാഖ് KT, സെക്രട്ടറി; ശ്യാമള NK, ജോയിന്റ് സെക്രട്ടറി; പ്രമോദ് കേനത്ത്, ട്രഷറർ; അബ്ദുൾ റഹ്മാൻ V, രക്ഷാധികാരി. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ: ഷാജി KT, രാജൻ പനേറ്റിങ്കൽ, വിനോദ് കേനത്ത്, സുന്ദരൻ ആണിക്കാട്, സുമതി KP, ഷിജി I, കൃഷ്ണകുമാരി ET, സുരേന്ദ്രൻ അമർജ്യോതി, രഞ്ജിത്ത് രാഘം, മിഥുൻ വളപ്പിൽ, സന്തോഷ് TT. രജിസ്ട്രേഷൻ നമ്പർ KKD/CA/418/2024. 27/8/24 രൂപീകരണത്തിന് ശേഷം നടത്തിയ പ്രവർത്തനങ്ങൾ: 15/12/24 കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KP ഷീബ നിർവഹിച്ചു. റെസിഡൻസ് പരിധിയിൽപ്പെട്ട പൊതുസ്ഥലങ്ങളും റോഡുകളും ശുചീകരിച്ചു. മനോരമ ദിനപത്രം നൽകിയ നമ്മുടെ റെസിഡൻസിൻ്റെ ബോർഡ് കനാൽ ബസ് സ്റ്റോപ്പിന് അടുത്ത് സ്ഥാപിച്ചു. കേനത്തുപൊയിൽ ഭാഗത്ത് കനാൽ കരകവിഞ്ഞൊഴുകുകയും തെക്കുവശത്തുള്ള വീടുകളിൽ വെള്ളം കയറുന്നതും എല്ലാ മഴക്കാലത്തും കാഴ്ചയായിരുന്നു. നമ്മുടെ റെസിഡൻസ് രൂപീകരണ ശേഷം പ്രസ്തുത വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നതിനായി വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുകയും ആയതിൻ്റെ ഫലമായി 2.5 ലക്ഷം രൂപ ചെലവിൽ കരിങ്കൽ ഭിത്തി കെട്ടി പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. വാർഷിക വരിസംഖ്യ ഇനത്തിൽ എല്ലാ അംഗവീടുകളിൽ നിന്നും 300 രൂപ പിരിക്കുന്നു. റെസിഡൻസ് അസോസിയേഷൻ്റെ എംബ്ലം പതിച്ചുള്ള നെയിം ബോർഡ് എല്ലാ അംഗവീടുകളിലും പതിച്ചു. സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും അസോസിയേഷൻ വക ദേശീയ പതാക ഉയർത്തുന്നു. പ്രധാന ആഘോഷ ദിവസങ്ങളിൽ മുഴുവൻ വീടുകളിലും സന്ദർശനം നടത്തി ആശംസകൾ അറിയിക്കുകയും ചെറിയ ഉപഹാരങ്ങൾ നൽകുകയും ചെയ്യുന്നു. റെസിഡൻസ് പരിധിയിൽപ്പെട്ട കഴിഞ്ഞ വർഷത്തെ SSLC+2 USS വിജയികളെ ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് അനുമോദിച്ച് മെമൻറ്റോ നൽകി. കഴിഞ്ഞ ഓണക്കാലത്ത് എല്ലാവരും ഒത്തുചേർന്ന് കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെ പൂക്കൃഷി നടത്തി. ഓണക്കാലത്ത് പൊട്ടമുറിയിൽ അസോസിയേഷൻ മിതമായ നിരക്കിൽ പൂക്കച്ചവടം നടത്തി. വാർഷികാഘോഷവേളയിൽ 80 വയസ്സ് കഴിഞ്ഞ കുടുംബാംഗങ്ങളെ യഥോചിതം ആദരിക്കുന്നു. 18 വയസ്സിൽ താഴെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും മെമൻറ്റോ നൽകുന്നു. എക്സിക്യൂട്ടീവ് തീരുമാനിച്ചതനുസരിച്ച് റെസിഡൻസിലെ മരണ വീടുകളിൽ സന്ദർശിക്കുകയും റീത്ത് വെക്കുകയും ചെയ്യുന്നു. വിവാഹം, ഗൃഹപ്രവേശം തുടങ്ങിയ വേളയിൽ അംഗങ്ങൾ കൂട്ടത്തോടെ ബന്ധപ്പെട്ട വീട് സന്ദർശിക്കുകയും ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുന്നു. നമ്മുടെ പ്രദേശത്തെ കനാൽ ഒഴുക്ക് നിലച്ച് ചെളിയും മാലിന്യവും നിറഞ്ഞതു കാരണം കൊതുകുകൾ നിറയുകയും തൊട്ടടുത്ത വീടുകളിലെ കിണർ വെള്ളം കേടുവരുന്ന അവസ്ഥയിലാവുകയും ചെയ്യുന്നു. ഈ പരാതി കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെ നേരിൽ അറിയിച്ചു. ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലം സന്ദർശിക്കുകയും റെസിഡൻസ് ഭാരവാഹികളുമായി ചർച്ച നടത്തുകയും ഇതിന് വേണ്ട പരിഹാര നടപടികൾ ചെയ്തു തരാമെന്ന് ഉറപ്പുവരുത്തുകയും നൽകുകയും ചെയ്തു. റെസിഡൻസ് നിവാസികളുടെ ഒത്തൊരുമിച്ചുള്ള സഹകരണത്തോടെ നമുക്ക് ഇനിയും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും. അതിന് ഓരോ വീടുകാരോടും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ആശംസകൾ അറിയിക്കുന്നതിനായി KT രാധാകൃഷ്ണൻ, സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി. ബഹുമാനപ്പെട്ട
അധ്യക്ഷൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എൻ്റെ സുഹൃത്തായ കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP സുനിൽകുമാർ, മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ഈ വാർഡ് മെമ്പർ ശ്രീബിന, സദസ്സിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ സഹോദരന്മാരെ, സ്നേഹതീരം റെസിഡൻസിൻ്റെ ആശംസ അർപ്പിക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. 10 വർഷമായി ഞങ്ങളുടെ റെസിഡൻസ് സ്നേഹതീരം പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കനാൽ തീരം റെസിഡൻസിൽ അതിനേക്കാളും നല്ല ബുദ്ധിയും കഴിവുമുള്ള ആളുകളാണ് ഇത് നയിക്കുന്നത് എന്നെനിക്ക് തീർച്ചയാണ്. അതുകൊണ്ട് ഈ റെസിഡൻസ് ഏറ്റവും നല്ല റെസിഡൻസായി ഈ കക്കോടി ഗ്രാമപഞ്ചായത്തിൽ അറിയപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അറിയിക്കുന്നതിനായി ഷിബി TK, പ്രസിഡന്റ്, സംഗമം റെസിഡൻസ് അസോസിയേഷൻ. ഈ കനാൽ തീരം റെസിഡൻസിൻ്റെ പ്രസിഡന്റ് സുധാകരേട്ടൻ, ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ അവർ, ഈ പരിപാടിയുടെ മുഖ്യ അതിഥി പ്രിയങ്കരിയായ കക്കോടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീബിനേജി, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കനാൽ തീരം റെസിഡൻസ് മെമ്പർമാരെ, ഞാൻ തിരുവത്തായം സംഗമം റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. തിരുവത്തായം മുതൽ വളപ്പത്തായം വരെയുള്ള 145 വീടുകളാണ് ഞങ്ങളുടെ റെസിഡൻസിലുള്ളത്. 11 വർഷമായി ഞങ്ങളുടെ റെസിഡൻസ് രൂപീകരിച്ചിട്ട്. കഴിഞ്ഞ വർഷം ഈ കനാൽ തീരം റെസിഡൻസ് രൂപീകരിച്ചു എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു റെസിഡൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വിലയിരുത്തും. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. അപ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ പൂക്കൃഷി നടത്തിയ സമയത്ത് ഞങ്ങളുടെ യോഗത്തിൽ മെമ്പർമാർ ആവശ്യപ്പെട്ടു, അതേപോലെ ഒരു പൂക്കൃഷി നമുക്കും നടത്തണം. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത് മറ്റു റെസിഡൻസ് അസോസിയേഷനും ഒരു മാതൃകയാവും. എന്തായാലും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു റെസിഡൻസായിട്ട് ഈ കനാൽ തീരം റെസിഡൻസ് മാറട്ടെ. അതോടൊപ്പം ഇന്നത്തെ പരിപാടി ഏറ്റവും ഭംഗിയായി നടക്കട്ടെ. അതിനെല്ലാം സംഗമം റെസിഡൻസ് അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകളും. അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് വാർഷികം കൊണ്ടാടാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ. ബഹുമാന്യനായ കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുനിൽകുമാർ അവർകളെ ക്ഷണിക്കുന്നു. അമ്പടക്കാട്ട് മിത്തൽ ജാനകി. വേലായുധൻ കായക്കൽ. കായക്കൽ താഴത്ത് കാർത്തി. ഒന്ന് ശ്രീ CP വേലായുധേട്ടൻ, അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാനിവിടെ വായിക്കും. അതേപോലെ തന്നെ പാലത്ത് അഹമ്മദ് കോയ, ഇവർ രണ്ടുപേരുമാണ് ഇനി ആദരിക്കപ്പെടാൻ പോകുന്നത്. അവരെ പറ്റിയുള്ള കാര്യങ്ങൾ വായിക്കാം. ശ്രീ CP വേലായുധൻ, CPV പുല്ലാളൂർ അദ്ദേഹത്തിൻ്റെ തൂലികാനാമാണ്. അദ്ദേഹം ജനിച്ചത് കുരുവട്ടൂർ പഞ്ചായത്ത് ചെന്നിക്കോട്ട് പറമ്പത്ത് എന്ന സ്ഥലത്താണ്. 15/6/1947. 18-ാം വയസ്സിൽ ഇന്ത്യൻ പട്ടാളത്തിൽ ചേർന്നു, EME. 9 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം അവിടെ നിന്ന് വിരമിച്ച് 7 കൊല്ലത്തോളം പ്രൈവറ്റ് ബസ് ഡ്രൈവറായി ജോലി ചെയ്തു. പിന്നീട്
KSRTC സാരഥിയായി 21 വർഷം സേവനത്തിന് ശേഷം ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. കുരുവട്ടൂരിൽ നിന്നും നമ്മുടെ പഞ്ചായത്തിൽ കനാൽപ്പൊയിൽ എന്ന വീട്ടിൽ 11/11/1988 മുതൽ താമസിച്ചു വരുന്നു. കുട്ടിക്കാലം ചെലവഴിച്ച സുഹൃത്തുക്കളുടെ സമ്പർക്കം ഇദ്ദേഹത്തിൽ കെസ് പാട്ടുകളോട് മുഹബത്ത് വളർത്തി. വളരെ ചെറുപ്പം മുതലേ മാപ്പിളപ്പാട്ട് രചനയിൽ ഏർപ്പെട്ടു. താളനിബദ്ധവും രസകരവുമായ 100-ലധികം മാപ്പിളപ്പാട്ടുകൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. സൈനിക സേവനം ചെയ്തതുകൊണ്ട് ഹിന്ദി ഗാനങ്ങളും ദേശഭക്തി ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. കൂടാതെ കാളപൂട്ട് പാട്ടുകളും ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കാരണം അദ്ദേഹം ആ കാളപൂട്ട് നടക്കുന്ന പരിസരത്ത് ഒക്കെ ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ കൂടിയാണ്. ഇന്ത്യയിലെ പ്രഗത്ഭ ഗായകരുടെ ഒരുപാട് ഗ്രാമഫോൺ റെക്കോർഡുകളും ഇദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട്. നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. പ്രമുഖ മാപ്പിളപ്പാട്ട് ഗായകരായ VM കുട്ടി, MP ഉമ്മർകുട്ടി, പീർ മുഹമ്മദ്, KG സത്താർ, വിളയിൽ ഫസീല, ചെലവൂർ KC അബൂബക്കർ എന്നിവരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന വേലായുധേട്ടൻ്റെ പാട്ടുകൾ ഇവരിൽ പലരും പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുമതി റിട്ടയേർഡ് അംഗനവാടി ടീച്ചറാണ്. 3 മക്കളാണ്: വിക്ടർ, വിവേക്, സുപ്രിയ. പുറം ലോകം കൂടുതൽ അറിയപ്പെടാതെ പോയ ഈ പ്രതിഭാധനനായ ഗാനരചയിതാവിനെ ഏറെ അഭിമാനത്തോടെ നിറഞ്ഞ കയ്യടികളോടെ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ പൊന്നാട ചാർത്തി ആദരിക്കുന്നു. ആദരവ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP സുനിൽകുമാറിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി CPV പുല്ലാടൂർ എന്ന തൂലിക നാമത്തിലെഴുതിയ CP വേലായുധേട്ടൻ്റെ ഒരു പാട്ട് നമ്മൾക്കായി ഈ വേദിയിൽ പാടുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ വേദികളിലും ദൃശ്യമാധ്യമങ്ങളിലും പാടി പ്രഗത്ഭനായ നമ്മുടെ നാട്ടുകാരനായ അഹമ്മദ് കോയ പാലത്താണ്. വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഗുരുനാഥന്മാരുടെ ശിക്ഷണത്തിലല്ലാതെ തന്നെ വിവാഹ വീടുകളിലും പൊതുവേദികളിലുമെല്ലാം പാടിത്തുടങ്ങിയ അഹമ്മദ് കോയ മൺമറഞ്ഞ പ്രിയ പിന്നണി ഗായകൻ AM രാജയുടെ പാട്ടുകളുടെ പേരിലാണ് പ്രസിദ്ധനായത്. കൂടുതൽ ഉപകരണ സംഗീതമില്ലാതെ തന്നെ ആസ്വാദകരെ പാടി വിസ്മയിപ്പിക്കുന്ന ഇദ്ദേഹത്തിന് വേണ്ടത്ര അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നത് ശുപാർശയ്ക്കായി വൻതോക്കുകളില്ലാത്തത് കൊണ്ടാവാം. ജന്മസിദ്ധമായ കഴിവുകളോടെ പാട്ടുകൾ പാടി രസിപ്പിക്കുന്ന അനുഗ്രഹീത ഗായകൻ പാലത്ത് അഹമ്മദ് കോയയ്ക്ക് ആദരം നൽകുന്നതിനായി കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ്റെ വേദിയിൽ ഇതാ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെയും ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി KP ശ്രീബിനയോട് സ്നേഹപൂർവ്വം ആവശ്യപ്പെടുകയാണ്. ശ്രീ അഹമ്മദ് കോയ പാലത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ്. വേലായുധേട്ടൻ്റെ പാട്ട്. വേലായുധേട്ടൻ്റെ ഈ പാട്ട് പാടാൻ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ഈ കനാൽ തീരം റെസിഡൻറ്റ് അസോസിയേഷൻ്റെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അബ്ദുറഹ്മാൻ മാസ്റ്റർക്കും എല്ലാവർക്കും. പതറിയ ചിന്തകൾ നട്ടുവളർത്തിയ പുതിയൊരു ജീവിതമാലർക്കാവിൽ പകുതി വിടർന്നൊരു പൂമോട്ടാണ് മധുവിധുവേള. അന്ന് പകരിലവെല്ലാം കുളിര് പരത്തും പുതുമണവാളൻ. പതറിയ ചിന്തകൾ നട്ടുവളർത്തിയ പുതിയൊരു ജീവിതമാലർക്കാവിൽ പകുതി വിടർന്നൊരു പൂമോട്ടാണ് മധുവിധുവേള. അന്ന് പകലിരവെല്ലാം കുളിര് പരത്തും പുതുമഴയായി. കരിമശീട്ട കാടക്കണ്ണൽ കറുകുവറുത്തൊരു കാലം തൊട്ടൻ കരളിലുദിച്ച മുഖപത്തിന് പരിമിതിയായി. കരിമശീട്ട കാടക്കണ്ണിൽ കടുകുവറുത്തൊരു കാലം തൊട്ടൻ കരളിലുദിച്ച മുഖപത്തിന് പരിമിതിയില്ല.
നിന്നെ കയറില്ലാത്തൊരു കയറിൽ കെട്ടാൻ കരുതി കൂട്ടി പതറിയ ചിന്തകൾ നട്ടു വളർത്തിയ പുതിയൊരു ജീവിതമാലർക്കാവിൽ പകുതി വിടർന്നൊരു പൂമോട്ടാണ് മധുവിധുവേള. അന്ന് പകലിരവെല്ലാം കുളിര് പരത്തും പുതുമഴയായി. കുതിരത്തിൽ നിന്നൂതിച്ചെന്റെ കിബർ തകർക്കാൻ പിറന്ന നീ നഴകു പുകഴ്ത്താൻ കഴിവില്ലല്ലോ കവിതയുമില്ല. കുതിരത്തിൽ നിന്നൂതിച്ചെന്റെ കിബർ തകർക്കാൻ പീനില്ല നഴകു പുകഴ്ത്താൻ കവിയുമില്ല കവിതയുമില്ല. ഏഴാം ബഹറിനകത്തെ സുന്ദരിമാരുടെ മുന്നിലാകൂ പതറിയ ചിന്തകൾ നട്ടു വളർത്തിയ പുതിയൊരു ജീവിതമാലർക്കാവിൽ പകുതി വിടർന്നൊരു പൂമോട്ടാണ് മധുവിധുവേള. അന്ന് പകരിരവെല്ലാം കുളിര് പരത്തും പുതുമഴയായി. കതിരുകൾ വെട്ടി തിളങ്ങുന്ന കൽബിനെ വട്ടം കറക്കുന്ന കവലയമിഴിയൻ മധുരക്കിനാവിലെ ഹുസനുൽ ജമാല്. കതിരുകൾ വെട്ടി തിളങ്ങുന്ന കൽബിനെ വട്ടം കറക്കുന്ന കവലയമിഴിയൻ മധുരക്കിനാവിലെ ഹുസനുൽ ജമാല്. നിന്റെ മധുനുകരാനിത മാറി വരുന്നു ബദറുൽ മുനീർ. പതറിയ ചിന്തകൾ നട്ടു വളർത്തിയ പുതിയൊരു ജീവിതമാലർക്കാവിൽ പകുതി വിടർന്നൊരു പൂമോട്ടാണ് മധുവിധുവേള. അന്ന് പകലിരവെല്ലാം കുളിര് പരത്തും പുതുമഴയായി. പകലിരവെല്ലാം ചിന്തകൾ വളർത്തിയ പുതിയൊരു ജീവിതമാലർക്കാവിൽ പകുതി വിടർന്നൊരു പൂമോട്ടാണ് മധുവിധുവേള. അന്ന് പകരിരവെല്ലാം കുളിര് പരത്തും പുതുമഴയായി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുധാരേട്ടൻ, അതേപോലെ സെക്രട്ടറി റസാക്ക, പിന്നെ ഉദ്ഘാടനം ചെയ്ത കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിയേട്ടൻ, അതേപോലെ ഇവിടെ ആദരിക്കപ്പെട്ടവർ, ആശംസകൾ അർപ്പിക്കാനെത്തിയ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ശാന്തേട്ടൻ, അതേപോലെ സംഗമം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷിബി, വേദിയിലും സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ക്ഷണിക്കപ്പെട്ടത് കക്കോടി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടാണെങ്കിലും എനിക്ക് കൂടുതൽ അഭിമാനം തോന്നുന്നത് ഞാൻ ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്നതിലാണ്. അതേപോലെ ഏതൊരു പ്രദേശത്തിൻ്റെയും അഭിമാനമാണ് ഇതേപോലെ ഒരു റെസിഡൻസ് അസോസിയേഷനുകൾ. അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വേദി കൂടിയാണ് റെസിഡൻസ് അസോസിയേഷൻ. കുട്ടികളുടെ കലാപരവും കായികപരവുമായ കഴിവുകളെ വളർത്തിയെടുക്കാനും ഇത്തരം റെസിഡൻസ് അസോസിയേഷനുകളാണ് കഴിയാറുള്ളത്. ഇവിടെ ഏതായാലും ഈ കനാൽ തീര റെസിഡൻസ് അസോസിയേഷൻ ഒരു വർഷത്തോളമായി 100ഓളം കുടുംബങ്ങളെ കൂട്ടിച്ചേർത്ത് സ്നേഹത്തോടെ കൊണ്ടുപോകുന്ന അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഇതിലെ പോകുമ്പോൾ നിങ്ങളുടെ പൂക്കൃഷിയൊക്കെ ഞാൻ കാണാറുള്ളതാണ്. വൈകുന്നേരങ്ങളിലുള്ള നിങ്ങളുടെ കൂട്ടായ്മയും അതേപോലെ ചെട്ടിത്തൈ നടുന്നതും അതിൻ്റെ പൂക്കച്ചവടമൊക്കെ ഞാൻ നേരത്തെ കണ്ടതാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ അബ്ദുറഹ്മാൻ മാഷ്, ശ്യാമളേച്ചി, റസാക്ക, ഷാജിയേട്ടൻ, ഇതുപോലെയുള്ള ആളുകളെ ഒന്ന് പ്രത്യേകം പ്രശംസിക്കേണ്ടത് കൂടിയാണ്. അതാണ് നിങ്ങളെ റെസിഡൻസ് അസോസിയേഷനിലെ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. ഇതേപോലെ മനുഷ്യരെ സ്വാർത്ഥതയിൽ നിന്നും മാറ്റി സ്നേഹത്തിൻ്റെയും സന്തോഷത്തോടെയും കൊണ്ടുപോകാൻ ഇനിയും ഈ റെസിഡൻസ് അസോസിയേഷന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വേദിയിലും സദസ്സിലും ഉള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട കനാൽ തീരം റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമുക്ക് ഇനി ഒരുപാട് കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. ഇതെല്ലാം നമുക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള പ്രചോദനമാകട്ടെ. കാരണം എന്തുണ്ടായിട്ടും കാര്യമില്ല, നമുക്ക് സന്തോഷവും സമാധാനവുമാണ് വേണ്ടത്.
അതിന് ഇതുപോലത്തെ കൂട്ടായ്മകളാണ് വേണ്ടത്. ആ കൂട്ടായ്മകളിലൂടെ നമുക്ക് സ്നേഹമില്ലാതെ ഒന്നും നിലനിൽക്കില്ല. മഹാന്മാർ തന്നെ പറഞ്ഞത് സ്നേഹമാണ് അഖിലസാര മൂഴിയിൽ, ലോകം മുഴുവൻ സ്നേഹമാണ്. നമ്മളത് തിരിച്ചറിയുക, സ്നേഹത്തെ തിരിച്ചറിയുക. അത് ജീവനുള്ള വസ്തുക്കളിലുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളിലുണ്ട്. നമ്മുടെ അയൽക്കാരൻ, അവനെ സ്നേഹിക്കുന്നതോടുകൂടെ തന്നെ ഇത് യേശുക്രിസ്തു മാത്രമല്ല, നമ്മളൊക്കെ തന്നെ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. നമുക്ക് മറ്റുള്ളവരോട് സ്നേഹത്തോടെ സാമർത്ഥ്യത്തോടുകൂടെ പെരുമാറി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് കൂടുതൽ ഐക്യത്തോടുകൂടെ മുന്നേറാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗവൺമെന്റിന്റെ കനാൽ തീരം റെസിഡൻസ് അസോസിയേഷൻ കിഴക്കുമുറിയുടെ 1ാം വാർഷിക പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP സുനിൽകുമാർ അവർക്ക് റെസിഡൻസ് അസോസിയേഷന്റെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. നമ്മുടെ നാട്ടുകാരിയും വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ ശ്രീമതി KP ശ്രീബിന മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും നല്ല വാക്കുകൾ നമ്മോട് സംസാരിക്കുകയും ചെയ്തു. അവർക്കും റെസിഡൻസ് അസോസിയേഷന്റെ അഗൈതവമായ നന്ദി അറിയിക്കുന്നു. ആശംസകൾ അർപ്പിച്ച് നമ്മോട് സംസാരിച്ച സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ KT രാധാകൃഷ്ണൻ അവർക്കും സംഗമം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ഷിബി TK അവർക്കും റെസിഡൻസ് അസോസിയേഷന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മുടെ റെസിഡൻസ് പരിധിയിലെ മുതിർന്ന അംഗങ്ങളും ഈ വേദിയിൽ വെച്ച് ആദരവ് ഏറ്റുവാങ്ങിയവരുമായ ശ്രീ വേലായുധേട്ടൻ കായക്കൽ, ശ്രീ കാർത്തി എന്ന കായക്കൽ താഴത്ത്, ശ്രീമതി ജാനകി അമ്പടക്കാട്ട് മേത്തൽ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മൾ ഈ വേദിയിൽ വെച്ച് ആദരിച്ച നമ്മുടെ മെമ്പർ കൂടിയായ പാട്ടെഴുത്തുകാരൻ ശ്രീ CP വേലായുധേട്ടൻ അവർക്കും നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനം ഈ വേദിയിൽ വെച്ച് അതിമനോഹരമായി ആലപിച്ച അറിയപ്പെടുന്ന ഗായകനായ ശ്രീ പാലത്ത് അഹമ്മദ് കോയ അവർക്കും ഞങ്ങളുടെ നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ യോഗ നടപടികൾ നിയന്ത്രിച്ച നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സുധാകരേട്ടൻ മലയിൽ സ്വാഗതം ആശംസിച്ച ശ്രീ KT റസാഖ്, അനുസ്മര പ്രഭാഷണം നടത്തിയ വൈസ് പ്രസിഡന്റ് ശ്രീമതി നിഷ ഷാജി, റിപ്പോർട്ട് അവതരിപ്പിച്ച ജോയിന്റ് സെക്രട്ടറി ശ്യാമള അശോകൻ, ആശംസകൾ അർപ്പിച്ച രക്ഷാധികാരി അബ്ദുറഹ്മാൻ സംഗമം അവർക്കും ഔപചാരികതയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മുഴുവൻ പരിപാടികളും ചിത്രീകരിക്കുന്ന ശ്രീവൻ കിഴക്കുമുറി അവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വാർഷികാഘോഷ പരിപാടി വൻ വിജയമാക്കി തീർക്കാൻ വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും സ്വാഗത സംഘം പ്രവർത്തകർക്കും വളണ്ടിയർമാർക്കും നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും കൂടാതെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ വാർഷികാഘോഷം നടത്താൻ വേണ്ടി വേദി അനുവദിച്ചു തന്ന ശ്രീ ബഷീർ കണ്ണാടിക്കൽ എന്നിവർക്കും പന്തൽ, സ്റ്റേജ്, ശബ്ദം, വെളിച്ചം എന്നിവ ഒരുക്കി തന്ന KGS പടിഞ്ഞാറ്റുമുറി എന്ന സ്ഥാപനത്തിനും നന്ദി അറിയിക്കുന്നു. ഇവിടെ സമ്മേളിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി കനാൽ തീരം റെസിഡൻസ് അസോസിയേഷന്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.